ये बात प्रधानमंत्री नो और होम मिनिस्टर, प्राइम मिनिस्टर, नो प्राइम मिनिस्टर साहब बोलो तो दीजिए सर। രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് പരാമർശിച്ചപ്പോൾ എല്ലാം സ്പീക്കർ തടഞ്ഞു. सर आप एक काम करिए, आप मुझे बता दीजिए क्या कहना है मुझे. ഒടുവിൽ സഹികെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയണമെന്ന് സ്പീക്കർ പറയൂ. ലോക്സഭാ സ്പീക്കറിന്റെ പക്ഷപാതിത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ 3 മന്ത്രിമാർ രംഗത്തെത്തിയിട്ടും നടക്കാതെ വന്നപ്പോൾ സ്പീക്കർ ചെയ്ത പണിയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. എന്തായാലും അങ്ങനെയുള്ള സ്പീക്കർക്കും BJPക്കുമെതിരെ പൂഴിക്കടകൻ തന്നെ ഇറക്കിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. അതാണ് ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ്. ഈ നോട്ടീസ് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്, തന്ത്രമാണ്. രാഹുൽ ഗാന്ധി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അത് BJPക്ക് കൂടുതൽ ആഘാതമായി മാറും. കാരണം രാഹുലിന്റെ പ്രസംഗത്തെ, അദ്ദേഹത്തിന്റെ വാക്കുകളെ അത്രത്തോളം BJP പേടിക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയം പാസ്സാകില്ലെന്ന് ഉറപ്പാണെങ്കിലും 4 രാഷ്ട്രീയ നീക്കങ്ങളാണ് പ്രതിപക്ഷം ഈ നോട്ടീസിലൂടെ ലക്ഷ്യമിടുന്നത്.